ആദ്യം പഠിത്തം, അത് കഴിഞ്ഞ് മതി കണ്ടുപിടുത്തം. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പുതിയൊരു പാഠം പഠിക്കാൻ വേണ്ടി പോവാണ്. ഈ പാഠത്തിൻ്റെ പേര് എ പീസ് ഓഫ് സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ചരട് എന്നാണ് അർത്ഥം. അപ്പോൾ എ പീസ് ഓഫ് സ്ട്രിങ് എന്നാവുമ്പോൾ ചരടിൻ കഷ്ണം. ഗേ ഡി മോപ്പസൻ്റ് എന്ന എഴുത്തുകാരനാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഗോഡർവില്ലെ എന്നുള്ള ഒരു നാട്ടിലാണ് ഈ കഥ സംഭവിക്കുന്നത്. അവിടെയുള്ള ഹോച്ചക്കോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഒരു കാര്യം, അതായത് ആളുകളൊക്കെ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുന്നു. ഇദ്ദേഹം ഒരു കുറ്റം ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കുകയും അത് കാരണം ഈ വ്യക്തിക്കുണ്ടാകുന്ന പ്രയാസങ്ങളുമാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റോറി ആരംഭിക്കാം. ഗോഡർവില്ലെ എന്ന നാട്ടിലാണ് ഈ കഥ നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നാട്ടിൽ വിൽപ്പന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷകർ ഇവിടെ എത്തിച്ചേരും. അങ്ങനെ കർഷകർ അവരുടെ ഭാര്യമാരെയും നാൽക്കാലികളെയും ഒക്കെ കൂട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടോട്ട് നമ്മളുടെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഹോച്ചക്കോം എത്തിച്ചേരുന്നു. അദ്ദേഹം ഇങ്ങനെ ഈ ഗോഡർവില്ലയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നിലത്ത് എന്തോ ഒന്ന് കാണുകയാണ്. നോക്കുമ്പോൾ അതൊരു ചരടിൻ കഷ്ണമാണ്. അങ്ങനെ അദ്ദേഹം അത് എടുക്കുന്നു. ശേഷം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടുന്നു. ഇത് ചെയ്യുന്നത് ഇയാളുടെ മുഖ്യ ശത്രുവായിട്ടുള്ള, ഒരു പ്രധാന ശത്രുവായിട്ടുള്ള മലാൻഡെയിൻ എന്ന വ്യക്തി കാണുന്നു. മലാൻഡെയിൻ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഹോച്ചക്കോം ആ കിട്ടിയ ചരട് മെല്ലെ പോക്കറ്റിലിട്ട് ഒന്നും അറിയാത്ത പോലെ നടന്നു പോകുന്നു. ഇത്രയേ സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ഗുലുമാലാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെ കച്ചവടമൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ അവസാനം അങ്ങാടിയെല്ലാം കാലിയാവുന്നുണ്ട്. അങ്ങനെ കർഷകരെല്ലാം അവിടെയുള്ള ഒരു ടവേൺ എന്ന് പറഞ്ഞാൽ ഭക്ഷണശാല, അവിടെ ഒരുമിച്ച് കൂടുന്നു. അവരെല്ലാം അന്നത്തെ കച്ചവടത്തെക്കുറിച്ചും അവർക്ക് കിട്ടിയ വിലകളെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്തു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു ചെണ്ടകൊട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നു. എല്ലാവരും അങ്ങോട്ട് ഓടി, ഭക്ഷണശാലയിൽ നിന്ന് പുറത്തോട്ട് ഓടി. ഇപ്പം നിങ്ങൾ പണ്ടത്തെ കഥകളൊക്കെ പറയുന്ന സിനിമയിൽ, ഈ രാജാക്കന്മാരുടെ കാലത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ ഓരോരോ ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെണ്ട കൊട്ടും, ഇങ്ങനെ വിളംബരം നടത്തുമല്ലോ. അപ്പോൾ ആ ചെണ്ടകൊട്ടിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും അവിടെ കൂടും. അങ്ങനെ ഒരു ചെണ്ടകൊട്ടിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്തോ വിളംബരം നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഭക്ഷണശാലയിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഓടുന്നു. വിളംബരം നടത്തുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. പബ്ലിക് ക്രയേഴ്സ്, അതാണ് ഈ വിളംബരം നടത്തുന്ന ആളുകൾ. അവരിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്: ഗോഡർവില്ലെ നിവാസികളും അങ്ങാടിയിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരും അറിയുവാൻ വേണ്ടി ഇന്ന് രാവിലെ 4:10 ആ സമയം, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു കറുത്ത ലെതർ പോക്കറ്റ് ബുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സാധാ പേഴ്സ് ഉണ്ടാവുമല്ലോ, അതാണ്. അതിൽ 500 ഫ്രാങ്ക്സ്, അത് അവിടുത്തെ പണമാണ്. ഫ്രാങ്ക്സ് നമ്മളുടെ രൂപ പോലെയുള്ള അവിടുത്തെ കറൻസിയാണ്. പിന്നെ കുറച്ച് ബിസിനസ് പേപ്പേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു ബാഗാണത്. അത് കണ്ടു കിട്ടുന്നവർ ഉടനെ തന്നെ മേയറിൻ്റെ ഓഫീസിൽ എത്തിക്കുക. ആ ബാഗ് കൊണ്ടുവരുന്നവർക്ക് 20 ഫ്രാങ്ക്സ് സമ്മാനം ലഭിക്കുന്നതാണ്. ഇതായിരുന്നു ആ ഒരു വിളംബരം. ഇതും വിളംബരം നടത്തിയതിനു ശേഷം ആ ആള് പോകുന്നു. ശേഷം ഭക്ഷണശാലയിലെ കർഷകരുടെ ചർച്ച ഈ പോക്കറ്റ് ബുക്കിനെ കുറിച്ചായി. ആരാണ് അതെടുത്തത്, ആരായിരിക്കും അതെടുത്തത്, അങ്ങനെയുള്ള ചർച്ചകളായി. അങ്ങനെ ഇരിക്കെ ഒരു ചീഫ് ഓഫ് ജോൺഡാം എന്നാണ് അത് വായിക്കുക. അതൊരു ഫ്രഞ്ച് വേർഡാണ്. അർത്ഥം ഒരു പോലീസുകാരൻ. അദ്ദേഹം ആ ഭക്ഷണശാലയിലേക്ക് കയറി വരുന്നു. ശേഷം ഹോച്ചക്കോം ആരാണ് എന്ന് ചോദിക്കുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഹോച്ചക്കോം ആ പോലീസ് ഓഫീസറിനോട് താനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തിയെന്ന് പറയുന്നു. മേയർ ഹോച്ചക്കോമിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതായിരുന്നു ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അറിയിക്കുന്നത്. അതിനാൽ തൻ്റെ കൂടെ വരണമെന്ന് ആ പോലീസ് ഹോച്ചക്കോമിനോട് ആവശ്യപ്പെടുന്നു. ഹോച്ചക്കോം അതനുസരിക്കുകയും ചെയ്യുന്നു. ഭയങ്കര ഗൗരവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മേയർ. അങ്ങനെ അദ്ദേഹം മേയറിൻ്റെ മുൻപിലെത്തുന്നു. മിസ്റ്റർ ഹോച്ചക്കോം, ഇന്ന് രാവിലെ നിങ്ങൾ റോട്ടിൽ നിന്ന് പോക്കറ്റ് ബുക്ക് എടുക്കുന്നത് കണ്ടവരുണ്ട്, മേയർ പറഞ്ഞു. പാവം ഹോച്ചക്കോം ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയി. താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല എന്നയാൾ മേയറിനോട് പറഞ്ഞു. പക്ഷേ മേയർ അത് സമ്മതിച്ചില്ല. യുദ്ധക്കോപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന മിസ്റ്റർ മലാൻഡെയിൻ ഇതിന് സാക്ഷിയാണെന്ന് മേയർ പറയുന്നു.
ഈ മലാൻഡൈൻ ആരാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നമ്മളുടെ ഹോച്ചിക്കോമിൻ്റെ ശത്രു. അയാൾ കാണുന്നുണ്ട് ഹോച്ചിക്കോം ഈ ഒരു ചരടിൻ കഷ്ണം നിലത്തുനിന്ന് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ മലാൻഡൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേയറിനോട് വന്ന് പറഞ്ഞിട്ടുള്ളത്. കാര്യം മനസ്സിലാക്കിയ ഹോച്ചിക്കോം തനിക്കൊരു ചരട് മാത്രമാണ് കിട്ടിയതെന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് അതെടുത്ത് മേയർക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ മേയർ അതൊന്നും വിശ്വസിച്ചില്ല. മേയറിനെ സംബന്ധിച്ചിടത്തോളം മിസ്റ്റർ മലാൻഡൈൻ വിശ്വാസയോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹോച്ചിക്കോം എന്ത് പറഞ്ഞിട്ടും മേയർ കാര്യമാക്കിയെടുത്തില്ല. മലാൻഡൈൻ അതിനുശേഷം അവിടെ ഹാജരാകുന്നു. താൻ കണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ കണ്ടത് അത് വീണ്ടും ആവർത്തിക്കുകയും അങ്ങനെ പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ തന്നെ ദേഹപരിശോധന നടത്തിക്കൊള്ളൂ എന്നായി ഹോച്ചിക്കോം. പക്ഷേ പരിശോധന നടത്തിയിട്ട് ഒന്നും കിട്ടുന്നില്ല. ഉദ്യോഗസ്ഥർ വന്ന് അദ്ദേഹത്തിൻ്റെ ദേഹം മൊത്തം കീശയും മറ്റേ പോക്കറ്റുകളൊക്കെ വന്ന് പരിശോധിക്കുന്നുണ്ട്. ആകെ കുഴങ്ങിയ മേയർ അവസാനം ഹോച്ചിക്കോമിനോട് പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. തെളിവൊന്നും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോച്ചിക്കോമിനോട് പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ഹോച്ചിക്കോം മേയറിൻ്റെ ഓഫീസിലോട്ട് പോയ കാര്യം അവിടെയുള്ള കർഷകരെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേയറുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്ന ഹോച്ചിക്കോമിനെ മറ്റ് ഗ്രാമവാസികൾ അവർ വളഞ്ഞ് ചോദ്യം ചെയ്യുവാൻ വേണ്ടി തുടങ്ങി. എന്താണ് സംഭവിച്ചത്, എന്തൊക്കെ ചോദിച്ചു, നീ തന്നെയാണോ അതെടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. നടന്നതെല്ലാം പറഞ്ഞുവെങ്കിലും ഹോച്ചിക്കോമിനെ വിശ്വസിക്കാൻ ആരും തന്നെ തയ്യാറായില്ല. അവരെല്ലാം ഹോച്ചിക്കോമിനെ കളിയാക്കി ചിരിച്ചു. ഇവൻ കള്ളനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കളിയാക്കുവാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ച സമയത്ത് ഒരു സംഭവം നടന്നു. അതായത് പോക്കറ്റ് ബുക്ക്, ആ പേഴ്സ് തിരിച്ചു കിട്ടി. ഒരു ഷോപ്പിലെ ജോലിക്കാരനായിരുന്നു റോഡിൽ നിന്ന് ആ പോക്കറ്റ് ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വായിക്കാൻ അറിയാത്ത ആ ജോലിക്കാരൻ പോക്കറ്റ് ബുക്ക് അയാളുടെ മുതലാളിയെ ഏൽപ്പിച്ചു. ഇങ്ങനെയാണ് നടന്നത്. ഈ വാർത്ത നാടാകെ പരന്നു. ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഹോച്ചിക്കോം തൻ്റെ കഥ, അതായത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവരോടും പറഞ്ഞു നടക്കുവാൻ തുടങ്ങി. ഹൈവേയിലൂടെ പോകുന്ന യാത്രക്കാരോട്, വൈൻ ഷോപ്പിലെ ആളുകളോട്, ചർച്ചിൽ പ്രാർത്ഥന കഴിഞ്ഞു വരുന്ന വിശ്വാസികളോട്, ഇങ്ങനെ എല്ലാവരോടും എന്താണ് ശരിക്കും സംഭവിച്ചത്, താനല്ല കള്ളൻ എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പരിചയമില്ലാത്ത ആളുകളെ വരെ പിടിച്ചു നിർത്തി ഹോച്ചിക്കോം തൻ്റെ കഥ വിവരിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും എന്തോ ഒന്ന് ഹോച്ചിക്കോമിൻ്റെ മനസ്സിനെ അലട്ടി. ആളുകൾ പൂർണ്ണമായി കാര്യങ്ങൾ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്ന് അയാൾക്ക് തോന്നി. താൻ തന്നെയാണ് കള്ളനെന്ന് പറഞ്ഞു നടക്കുന്നതായി അയാൾക്ക് തോന്നുന്നുണ്ട്. എന്തു വന്നിട്ടും ഇയാൾക്കൊരു തൃപ്തിയാവുന്നില്ല. ആളുകൾ ഇപ്പോഴും തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പോലീസ് കൊണ്ടുപോയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്തതൊക്കെ അതിൽ കാര്യമുണ്ട് എന്നാണ് ഇപ്പോഴും നാട്ടുകാരൊക്കെ വിശ്വസിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഓരോരോ തോന്നലാണ് നമ്മളുടെ ഹോച്ചിക്കോമിന്. അങ്ങനെ അടുത്ത ചൊവ്വാഴ്ച ആകുന്നു. ഹോച്ചിക്കോം വീണ്ടും ഗോഡർവില്ലെ മാർക്കറ്റിലേക്ക് പോകുന്നു. തൻ്റെ മേൽ ആരോപിക്കപ്പെട്ട മോഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് ആ പോക്ക്. ഹോച്ചിക്കോമിനെ കണ്ടപാടെ മലാൻഡൈൻ ചിരിക്കാൻ തുടങ്ങി. ഹോച്ചിക്കോം നേരെ അവിടെയുള്ള ഭക്ഷണശാലയിൽ പോയി അവിടുത്തെ ആളുകളോട് തൻ്റെ ഭാഗം എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് ഇങ്ങനെ വിവരിക്കുവാൻ തുടങ്ങി. ഇത് കേട്ട ഒരു കുതിര കച്ചവടക്കാരൻ ഹോച്ചിക്കോമിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, എടോ വൃദ്ധ, ഇതൊക്കെ പഴയ അടവാണ്. നിന്റെ ചരടിൻ്റെ കഷ്ണത്തിൻ്റെ കഥയൊക്കെ എനിക്കറിയാം. ഇങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങി. ഹോച്ചിക്കോം അദ്ദേഹം ആ പറഞ്ഞതൊക്കെ നിഷേധിച്ചു. ആ ടവേണിൽ, ആ ഭക്ഷണശാലയിൽ തന്നെയുള്ള മറ്റൊരാൾ പോക്കറ്റ് ബുക്ക് കണ്ടെത്തിയ ആളും ഹോച്ചിക്കോമും തമ്മിൽ ഒത്തുകളിച്ചതാണെന്ന് ആരോപിച്ചു. ഇതിനെയെല്ലാം ഹോച്ചിക്കോം എതിർത്തു. ഇത് കേട്ട് അവിടെയുള്ള ആളുകളെല്ലാം കളിയാക്കി ഉറക്കെ ചിരിച്ചു. അവസാനം കളിയാക്കലുകൾ സഹിക്കാൻ വയ്യാതെ ഭക്ഷണം പോലും കഴിക്കാതെ ഹോച്ചിക്കോം അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്തതിൽ ഹോച്ചിക്കോമിന് നല്ല സങ്കടവും അരിശവും നാണക്കേടും എല്ലാം തോന്നി. സംശയത്തോടെയുള്ള മറ്റുള്ളവരുടെ നോട്ടം അദ്ദേഹത്തിന് താങ്ങുവാൻ കഴിഞ്ഞില്ല. അയാൾ തൻ്റെ ഭാഗം എല്ലാവരോടും എല്ലാ ദിവസവും ഇങ്ങനെ വിവരിച്ചു കൊണ്ടേയിരുന്നു. പുതിയ കാരണങ്ങൾ കണ്ടെത്തി കൂടുതൽ ദൃഢമായി ആണയിട്ട് സത്യം ചെയ്തു പറഞ്ഞു നോക്കി. പക്ഷേ രക്ഷയുണ്ടായിരുന്നില്ല. ആരും അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല കളിയാക്കലുകൾ ദിവസം കൂടുന്തോറും ഇങ്ങനെ കൂടിക്കൂടി വന്നു. ഹോച്ചിക്കോം പറയുന്നതെല്ലാം കളവ് നിറഞ്ഞ ഒഴികഴിവുകളാണെന്ന് ആളുകൾ പറഞ്ഞു.
ആളുകൾ പിന്നീട് നേരം പോക്കിന് വേണ്ടി ഹോച്ച് കോമിനെ കൊണ്ട് ചരടിൻ്റെ കഥ പറയിപ്പിച്ചു. അവർക്ക് അതൊരു ഹരമായിരുന്നു. പക്ഷേ പോകെ പോകെ ഹോച്ച് കോമിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങി, ഈ ഒരു കളിയാക്കലുകളും ഈ ഒരു സങ്കടവും കാരണം. അങ്ങനെ ഡിസംബറിൻ്റെ അവസാനമായപ്പോഴേക്കും ഹോച്ച് കോം കിടപ്പിലായി. ജനുവരി മാസം തുടക്കത്തിൽ അയാൾ മരണപ്പെടുകയും ചെയ്തു. മരണാസന്നമായ സമയത്ത് പോലും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ചരടിൻ്റെ കഷ്ണമാണത്, ആദരണീയനായ മേയർ, ഒന്ന് നോക്കണേ. അങ്ങനെ മരണത്തിൻ്റെ തൊട്ട് മുൻപ് വരെ അയാളിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമായിരുന്നു തൻ്റെ പേരിൽ ഒരു കളവ് പോലും സംഭവിച്ചിട്ടുണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കരുത് എന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഇതൊക്കെ ചെയ്തത്. പക്ഷേ എല്ലാം വിഫലമാവുകയാണ് ചെയ്തത്. അവസാനം അദ്ദേഹം മരിച്ചു പോകുന്നു ആ ഒരു സങ്കടത്തിൽ. സോ ഇത്രയാണ് ഈ ഒരു കഥ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ മറ്റ് സോഷ്യൽ മീഡിയ ലിങ്കുകൾ, ഇൻസ്റ്റഗ്രാം, അതേപോലെ തന്നെ വാട്സപ്പ് ചാനൽ, അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും അതിലൊക്കെ ജോയിൻ ചെയ്യുക. താങ്ക്